നമുക്ക് ആകപ്പാടെ അറിയാവുന്നത് പ്രാർത്ഥനയല്ലേ മാത്രമല്ലേ ഉള്ളൂ. അതാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരണത്. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്താലും നിങ്ങൾ മാക്സിമം ടൈം എന്ത് ചെയ്യും, അതിൽ നിന്ന് പ്രാർത്ഥിക്കുമോ, ഈ ഇത്തിരി പ്രാർത്ഥനയല്ലേ ഉള്ളെന്ന് പറയും. എന്താണ്ട് ഒരു ഉടമ്പടി ഇത്തിരി പ്രാർത്ഥനയല്ലേ ഉള്ളു, ഒരു പ്രത്യക്ഷയുടെ പ്രാർത്ഥന. അതാണ് എൻ്റെ ക്രക്സ്. അതിൻ്റെ ക്രക്സ് എന്ന് പറഞ്ഞാൽ അതാണ്, ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയാണ്. പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് ഓൺ ചെയ്യണം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രത്യക്ഷീകരണം സഭ പഠിക്കാൻ വേണ്ടിയും ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനല്ലേ. പ്രശ്നം അതല്ല, ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശം. ഈ ഫാത്തിമയിലും ലൂർദിലും വേളാങ്കണ്ണിലും ഒന്നും സന്ദേശം ഇത്രയില്ല. മജ്ജിഗോറയെ പോലെ ഇത്രയും സന്ദേശമില്ല. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. കാര്യം ഒന്നാമത്തെ കളർ ഭയങ്കര പെശക് കളറാണ്, അന്ത്യകാലത്തിൻ്റെ കളറാണ്. പിന്നെ സമയഘടികാരം നെഞ്ചിൽ ചേർത്തിരിക്കണേ, സമയത്തിനെ കാണിക്കുന്നത് വളരെ 11 മണിക്കൂറിലേക്ക് ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ എന്ന് പറയുന്നു. 10:08 സൂചി കാണിക്കുന്നു. അപ്പം ഈ അവസാന കാലഘട്ടങ്ങളിലേക്ക് ജീവിക്കുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോണത്. അപ്പോൾ വരുന്ന ദുരന്തത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ സന്ദേശത്തെ കൈമാറുന്നതിന് വേണ്ടിയാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. അല്ലാതെ നിങ്ങളിങ്ങനെ എടുത്ത് രാവിലെ തന്നെ പ്രത്യക്ഷ പ്രാർത്ഥനയെന്ന് പറഞ്ഞിട്ട് കുറേ സാധനം ചെല്ലിപ്പിടിക്കും. എന്താണെന്ന് അവർക്കറിയാൻ പാടില്ല, ചിലവർക്കറിയാൻ പാടില്ല. അവിടെ എഴുതി കിടക്കണ വായിക്കുക, എന്താണ് പ്രത്യക്ഷീകരണം, ആരാണ് ആ പോയി, എന്താ ഒന്നും അറിയാൻ വെറുതെ കാഴ്ച വിടുകയാണ്. അതല്ല, അത് ഓൺ ചെയ്യണം. പ്രത്യക്ഷീകരണം ദൈവം ചെയ്ത കാര്യമില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇത് ഇങ്ങനെ പ്രത്യക്ഷപ്പെടണമെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞിരിക്കുന്നത് അപ്പായോട് പറഞ്ഞിട്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അപ്പായും ഈശോയും തമ്മിലുള്ള ഡിസ്കഷൻ്റെ വെളിച്ചത്തിലാണ് ഈ കൃപാസനത്തിൽ ഈ പ്രത്യക്ഷീകരണം നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വരേണ്ട കാര്യമില്ല. സിമ്പിളായിട്ടുള്ള സംഭവം, ആരുടെയെങ്കിലും ഇങ്ങനെ പാല് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബാലിനെ കാല് സുഖപ്പെടുന്നു, അങ്ങനെയുള്ള സിമ്പിളല്ല വിഷയം. അല്ലെങ്കിൽ ജപമാല കൊടുക്കുന്നു, അല്ലെങ്കിൽ അമലോത്ഭവമാണെന്ന് പറയുന്നു, അതുപോലെ ഒരു സിമ്പിൾ വിഷയമല്ല ഇത്. ഇത് ലോകത്തെ മുഴുവനും ബാധിക്കുന്നൊരു വിഷയമാണ്. ഇപ്പം നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും അതുകൊണ്ടാണ് നമ്മൾ പ്രത്യക്ഷ പ്രാർത്ഥനയിൽ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രപഞ്ച പ്രകൃതിയെ മാതാവിനെ ഏൽപ്പിക്കാൻ പറയേണ്ട കാര്യം അതാണ്. അത് പോപ്പ് ചെയ്യേണ്ട കാര്യമാണ്. പ്രപഞ്ച പ്രകൃതിയെ, അല്ലാതെ നിങ്ങളെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുത്തിട്ട് അതിൻ്റെ പേരിൽ പുതിയ കാശ് അടിച്ചിറക്കാനല്ല. അതുകൊണ്ട് ജനങ്ങളെ പ്രാർത്ഥിച്ച് അനുഭവങ്ങൾ ഉണ്ടാകുക എന്ന് മാത്രമല്ല ഉദ്ദേശം. ഈ പ്രപഞ്ച പ്രകൃതിയെ മുഴുവനും ഭൂസ്വർഗങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയ്ക്ക് സഭ പ്രതിഷ്ഠിക്കണം. കാര്യം ഈ സഭ പ്രതിഷ്ഠിക്കുന്നതോടു കൂടിയാണ് മാതാവിനെ ഇപ്പം ഇതാ നിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യനോട് ബന്ധപ്പെട്ട് ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ ഇതാ നിൻ്റെ മകനെന്ന് പറയുന്ന ആ കുരിശിലെ അവസാന വചനങ്ങളിലുണ്ട്. ഈ അമ്മയ്ക്കാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് എന്താണ്, ഈശോ കുരിശിൽ നിന്ന് രക്തപങ്കലിനായി നിൽക്കുന്ന സമയത്ത്, മരണശ്വാസം വലിക്കുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ അവസാന നിമിഷം പറയണത്. ഇപ്പം നമ്മുടെ അപ്പന്മാർ മരിക്കാന്നായാലും അമ്മമാർ മരിക്കാന്നായാലും മരിക്കാൻ നേരത്ത് പറയണ വിഷയങ്ങൾ ആരോട് പറയണമെങ്കിൽ എന്താണ്, നിങ്ങൾ അടുക്കളയിൽ ഇറമ്പത്ത് കിടക്കണ വിറക് വാരി മഴ വരാൻ പോണെന്നൊക്കെയാണ് പറയണത്. അമ്മ മരിക്കാൻ പോവുകയാണ്. അപ്പം അമ്മക്ക് എന്തോ പറയാനുണ്ട്, ചെല്ല് മക്കളെല്ലാം വിളിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ചെല്ലുമ്പോൾ മക്കളെ മഴ വരാൻ പോണ വിറക് വാരി ചാർത്തിലിട്ടേക്കാൻ പറയും. അങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളൊക്കെ ഓരോ മരിക്കാൻ നേരത്ത് പറയുവാ ഇല്ല. വളരെ സീരിയസ് കാര്യങ്ങളെ മരിക്കാൻ നേരത്തെ പറയത്തുള്ളൂ. അതാണ് പറയണത്. എന്താണ്, ഇതാ നിൻ്റെ മകൻ. മനുഷ്യരാശിയെ അമ്മയ്ക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം മനുഷ്യരാശിയെ അമ്മയ്ക്ക് ഏൽപ്പിക്കുമ്പോൾ മനുഷ്യനും അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ജീവജാലങ്ങളും വെജിറ്റേഷൻ മുഴുവനും പ്രകൃതിയും എല്ലാം
അമ്മയ്ക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അതാണ് പ്രപഞ്ച പ്രകൃതിയുടെ മാതാവെന്ന് പറയണത്. മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുകയാണ് യോഹന്നാനിലൂടെ. നമ്മളത് നമ്മൾ പറയണത് വിശ്വാസിയെ ഏൽപ്പിച്ചു, ശിഷ്യനെ ഏൽപ്പിച്ചു എന്നൊക്കെയാണ് പറയണത്. പക്ഷേ സത്യം എന്താണ്? അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യനും മനുഷ്യനോട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഇനി അമ്മയാണ് നോക്കേണ്ടത്. അപ്പം തന്നെ ഇവർ ഭൂസ്വലോക രാജ്ഞിയായി മകൻ മുടി ധരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. കർത്താവിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലം അമ്മയുടെ രാജ്യത്തെ തിരുനാളാണ്. കർത്താവിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഫലം എന്താണ്? അതിൽ ഒരു ഫലമെന്ന് പറയണത് അമ്മയുടെ രാജ്ഞി പദമാണ്. എല്ലാം അമ്മയുടെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചം ഭൂമിക്ക് ചൂട് പിടിക്കുന്നു, ഭൂമി പനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ക്ലൈമറ്റ് ചേഞ്ച് വരാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ ട്രംപ് എന്താ പറഞ്ഞത്? ക്ലൈമറ്റ് ചേഞ്ചുകാർ കുറേ നുണ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. ഇനി അമേരിക്കയുടെ 5 പൈസ ക്ലൈമറ്റ് ചേഞ്ചുകാർക്ക് കൊടുക്കരുത്. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ട്രംപിൻ്റെ ആദ്യ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. ഇനി ക്ലൈമറ്റ് ചേഞ്ച് എന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കണ ലക്ഷക്കണക്കിന് കോടി രൂപ, 23% പണം അമേരിക്കയുടേതാണ്. ഇവരിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ വേഷം കെട്ടിക്കൊണ്ട് ഇനി അമേരിക്കയിൽ നിന്ന് 5 പൈസ കിട്ടത്തില്ലെന്ന് പറയും. പക്ഷേ ഞാനത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയതിൻ്റെ കാരണം ഈ ക്ലൈമറ്റിൻ്റെ അകത്ത് ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഈ പറയണ പോലെയുള്ള ആൾക്കാരെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. പേടിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രങ്ങളും ബുദ്ധിയും ബോധമുള്ളവർ അതിൻ്റെ നടപടി ചെയ്യണം. ആൾക്കാരെ എന്തിനാ പേടിപ്പിക്കണം? അപ്പോൾ അത് കറക്റ്റാണ് ആ പോയിൻ്റ്. പക്ഷേ ഇത് ശാസ്ത്രത്തിൻ്റെ കയ്യിൽ നിൽക്കുമോ? ഈ സംഭവം നിൽക്കത്തില്ല. ഇത് ഏൽപ്പിച്ച ഒരാളുണ്ട്. ആ ആളിന് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയെ സഭ സമർപ്പിക്കണം. അത് നിങ്ങളുടെ കുടുംബം തൊട്ടും മക്കളെ തൊട്ടും. ഇപ്പം നിങ്ങളുടെ മക്കളെ കഞ്ചാവാണ്, അല്ല നിങ്ങളുടെ മക്കളെ പോലീസ് പിടിച്ചു, അല്ല നിങ്ങളുടെ ഇടയ്ക്കിടെ കള്ളക്കേസ് കൊടുത്തു. എന്താണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്? ആരെയാണ്? മറിയത്തിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാ നിൻ്റെ മകൻ. അതാണ് സംഭവം. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഭർത്താവ് വേറെ സ്ത്രീകളോട് പെരുമാറുന്നതായിട്ടൊക്കെ തോന്നി അപ്പം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. ഏൽപ്പിക്കേണ്ടത് ആരെയും? ഇതാ നിൻ്റെ മകൻ. മറിയത്തിനാണ് ഏൽപ്പിക്കേണ്ടത്. ഈ മറിയത്തെ ഏൽപ്പിക്കുമ്പോൾ നാക്ക് കൊണ്ട് ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. ദൈവം ഏക്കത്തില്ല. ഇപ്പം നിങ്ങൾ പറയും പ്രത്യക്ഷ പ്രാർത്ഥനയല്ലേ ഉള്ളു ഇതിൻ്റെ അകത്ത്, അത് ഇത്രയല്ലേ ഉള്ളു, എന്നാൽ അതുകൊണ്ട് 100 ചെല്ലാമെന്ന് പറയും. ചെടുത്തി വടകാര്യം ഭയങ്കര കണ്ടാടേ. മൂടമ്പഴി എടുത്തിട്ട് തലങ്കീഴായി വെച്ചിരിക്കുകയാണ്. എന്താ കാര്യം? പ്രത്യക്ഷീകരണം വീട്ടിൽ തന്നെ കുത്തിയിരിക്കും. പ്രത്യക്ഷ പ്രാർത്ഥന വേണമെങ്കിൽ 100 പ്രാവശ്യം ചെല്ലും, ഒരു കുഴപ്പമില്ല. കാര്യം പ്രാർത്ഥന ഇത്രയല്ലേ ഉള്ളൂ. അവർക്ക് പ്രാർത്ഥനയാണ് വേണ്ടത്. എൻ്റെ മക്കളെ, ഇത് വിശ്വാസത്തിൻ്റെ 10% പ്രെയർ എന്ന് പറയണത്. 20% പോലും അല്ല, പ്രെയർ 10%. ബാക്കി 90% വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയണത് വേറെ കാര്യങ്ങളാണ്. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൽ അത് 10% പ്രാർത്ഥനയും ബാക്കി ഉള്ളതെല്ലാം ഒന്ന് പ്രഖ്യാപനമാണ്. ശരിക്കും പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പറയും, ലിവിങ് ബ്രെഡിലും പറയും, ഇവിടെയും പറയും. കാര്യം ഈ ജനം എല്ലാം പുതിയ ആൾക്കാരാണല്ലോ കൃപാസന്ധ്യ വരണത്. ഇപ്പോൾ പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ ബോറടിക്കും. അച്ഛൻ ഇത് എപ്പോഴും അച്ഛൻ ഇത് തന്നെ അറിയാൻ പാടുള്ളതെന്ന്. അങ്ങനെയല്ല, പുതിയ അണ്ണന്മാർ വന്നിരിക്കുകയല്ലേ. കാര്യം ഈ ആഴ്ച തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്നത് പുതിയ ആൾക്കാരാണ്ട് 3000 മറ്റുമുണ്ട് ഈ മഴക്കാലത്ത് പോലും. ഇതെല്ലാം പുതിയ ആൾക്കാരാണ്. ഇവർക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും? ആദ്യം പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏതാ കാര്യം? ഇത് പഠിക്കേണ്ട ആൾക്കാർ പഠിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല പ്രത്യേക പ്രാർത്ഥന 100 പ്രാവശ്യം ചെല്ലാന്ന് പറഞ്ഞ് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് 1 പ്രാവശ്യം ചെല്ലാനേ പറഞ്ഞിട്ടുള്ളൂ. ചിലരത് 33 ആക്കും. വേറെ എങ്ങടന്ന് കിട്ടിയ 33 അത് എടുത്ത് കൊണ്ടുവന്ന് എവിടുന്നാണെങ്കിൽ കർത്താവിൻ്റെ വയസ്സ് 33 അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടത്. നിങ്ങളിനിയിപ്പോൾ ആദത്തിൻ്റെ വയസ്സ് 120, ഇനി 120 ചെല്ലിക്കും. വയസ്സ് വെച്ച് ചെല്ലണമാണ് ഇതൊക്കെ. 2 വികടന്മാർ ഇറക്കി വിട്ട സാധനമാണിത്. ആ സാധനം എടുത്ത് ഇതിൻ്റെ അകത്ത് കയറ്റും. ഇതിൻ്റെ അകത്തൊന്നും ഇതുമായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ പറഞ്ഞിരിക്കേണ്ട പ്രത്യക്ഷ പ്രാർത്ഥന ഒറ്റ പ്രാവശ്യം ചോവർ
ചെല്ലുമ്പോൾ വെടിപ്പാട് ചെല്ലണം, ദൈവത്തിന് തോന്നണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി യേശുവേ ആരാധന ഹല്ലേലൂയ മഹത്വം മഹത്വം ദൈവപിതാവേ നന്ദി ദൈവപിതാവേ മഹത്വം ദൈവപിതാവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ 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 മഹത്വം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം, കൃപാസനമ്മേ നന്ദി. ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കടുത്ത് വാഴക്കുളം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ മാർച്ച് 16-ാം തീയതിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. 6 നിയോഗത്തിൽ എനിക്ക് 4 വർഷമായി ഒരു കേസുണ്ടായിരുന്നു. ആ കേസിൽ ഈ കഴിഞ്ഞ മെയ് മാസം 10-ാം തീയതി കോടതി എന്നെ വെറുതെ വിട്ടു. യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. യേശുവേ നന്ദി, മാതാവേ സ്തുതി. ആദ്യമേ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വൈകിയതിന് ഞാൻ മാതാവിനോട് മാപ്പ് ചോദിക്കുന്നു. ഞാൻ മാർച്ച് 11, എൻ്റെ പേര് നയന, ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. സാധാരണ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. എനിക്ക് വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കൃപാസനത്തെ പറ്റി കുറേ നാൾ മുമ്പേ അറിയായിരുന്നു. എൻ്റെ അമ്മച്ചിയുടെ ചേച്ചി വീട്ടിൽ പത്രമൊക്കെ കൊണ്ടു തന്നെങ്കിലും ഞാനതത്ര മൈൻഡ് ചെയ്തിട്ടുണ്ടായില്ല. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് 3 കുട്ടികളുണ്ട്. മാതാവിനോടും പ്രത്യേകിച്ച് ഞാനങ്ങനെ വീട്ടിൽ കൊന്ത ചെല്ലും വൈകുന്നേരം, അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് എന്തിനാ മാതാവിനോട് വഴി അല്ലെങ്കിൽ വല്ല നേരിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായി. എൻ്റെ മകൾ 1.5 വയസ്സുള്ള മകള് ബാൽക്കണിയിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിൽ നിന്ന് മുറ്റത്തോട്ട് വീണു. 1.5 വയസ്സുള്ളൂ മകൾക്ക്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊച്ചിന് പുറത്ത് കുഴപ്പമൊന്നുമില്ല. ആസ്ട്ര മെഡിസിറ്റിയിലാണ് കൊണ്ടുപോയത്. പക്ഷേ കൊച്ചിൻ്റെ സ്കാൻ ചെയ്ത് ഹെഡ് ഇഞ്ചുറി ഉണ്ടോ എന്ന് നോക്കണം. ആ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു കൊച്ചിന് പുറത്ത് കുഴപ്പമൊന്നുമില്ല, തലയ്ക്കകത്ത് കുഴപ്പമുണ്ടോയെന്ന് ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോവാണ്, കൊച്ചിനപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എനിക്ക് പെട്ടെന്ന് തോന്നിയത് മാതാവിനെ വിളിക്കാനാണ്. ഞാൻ പറഞ്ഞ മാതാവ് ഇന്നേ വരെ ഞാൻ മാതാവിനോട് പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം. എനിക്ക് 2 ആൺകുട്ടികളാണ്. ഞാൻ കുറേ ആഗ്രഹിച്ച് എനിക്ക് 3ാമത്തെ ഒരു പെൺകുഞ്ഞിനെ തന്നത്. അപ്പോൾ സ്കാനിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ മനസ്സിൽ പ്രാർത്ഥിച്ചത്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചു പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു എൻ്റെ കൂട്ടുകാരി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ പ്രാർത്ഥന സഹായം ചോദിച്ച് കൃപാസനത്തിലോട്ടാണ് വിളിച്ചതെന്ന്. പക്ഷേ ഞാൻ നേരുന്നത് ഇത്രയേ ഉള്ളൂ, മാതാവ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരുവാണെങ്കിൽ എൻ്റെ കുടുംബം അടക്കം ഞങ്ങൾ വേളാങ്കണ്ണി വന്ന് തല മൊട്ടയടിച്ചോളാമെന്നാണ്. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ പോയി തല മൊട്ടയടിച്ചു. എൻ്റെ മകളെ 3-ാം ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റി. അവൾക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഇൻറ്റേർണൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു, കൂടാതെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് രാത്രി ഫുള്ള് കൊച്ചു ഒബ്സർവേഷനിലായിരുന്നു. ഡോക്ടേഴ്സ് പിറ്റേ ദിവസം പറഞ്ഞു വെൻറ്റിലേറ്റർ വരെ ഞങ്ങൾ റെഡിയാക്കി വെച്ചതാണ് കുട്ടിക്ക് വേണ്ടിയിട്ട്. പക്ഷെ കൊച്ച് ഒരു കുഴപ്പമില്ലായിരുന്നു. മെഡിസിനോടെല്ലാം വളരെ യോജിച്ച് പോയി. രാവിലെ എഴുന്നേറ്റ് കൊച്ച് ഭക്ഷണം കൊടുത്ത് ഒരു കുഴപ്പമില്ല. അന്ന് തന്നെ ICUന്ന് ഷിഫ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോരാൻ പറ്റി. അത് പിന്നെയാണ് എനിക്ക് മാതാവിനോട് ഇത്ര തീക്ഷ്ണമായ ഭക്തിയും ഞാൻ കൊന്ത ചെല്ലാനും സന്ധ്യാപ്രാർത്ഥന കൂടാതെ കൊന്ത ചെല്ലാനും എല്ലാം തുടങ്ങിയത്. എൻ്റെ മമ്മി എന്നെ എപ്പോഴും ചീത്ത പറയായിരുന്നു, നിനക്ക് പ്രാർത്ഥനയ്ക്ക് വളരെ കുറവുണ്ട്, അതുകൊണ്ടാണ് നീ എനിക്കിങ്ങനെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ വരുന്നതെന്ന്. അതിനുശേഷം എൻ്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ സമയം മുതൽ അല്പമൊക്കെ മദ്യപിക്കുമെങ്കിലും ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഷിപ്പിലത് പാടില്ല. വെക്കേഷന് വീട്ടിൽ വരുമ്പോഴാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് ആൾ വെക്കേഷന് വരുമ്പോൾ ചീത്തയായ കൂട്ടുകെട്ടുകൾ, ലോക്കലായി എന്താ പറയുക, ഈ ഗുണ്ടകളുടെ അല്ലെങ്കിൽ മാഫിയൊക്കെ അങ്ങനത്തെ കുറേ കൂട്ടുകെട്ടുകളിലൊക്കെ പോയി പെട്ടു. ഭയങ്കര മദ്യപാനമായി. ഞങ്ങളുടെ കുടുംബം, കുട്ടികൾ അങ്ങനത്തെ ഒരു ചിന്തയില്ലാതെയായി. ഈ വർഷം അതുപോലെ നവംബറിൽ വന്ന സമയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അത് കൂടി ഫെബ്രുവരി ആയപ്പോഴേക്കും പിന്നെ എനിക്കും പറ്റാതായി. അവസാനം ഞങ്ങളൊരു അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ആക്കി. അവിടെ ആക്കിയിട്ട് ആദ്യത്തെ 3 ദിവസം എനിക്കവിടെ നിൽക്കേണ്ടി വന്നു. അപ്പോഴൊന്നും ഞാൻ ഈ കൃപാസനത്തെ പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു തോന്നലുണ്ടായി,
ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എന്ത് സഹിച്ചാലും ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ ഭർത്താവിനെ തിരിച്ചു വേണം, കുടുംബത്തിലോട്ട് എനിക്ക് കുട്ടികളുടെ പപ്പ എനിക്ക് തിരിച്ചു വേണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ പപ്പയും മമ്മിയും വിളിച്ചു. അവർ പറഞ്ഞു വരാം, ഇവിടെ കൂടെ വരാം, ഉടമ്പടി എടുക്കാം, നമുക്ക് ഇതെല്ലാം തിരിച്ചെടുക്കണം, മാതാവ് എന്തായാലും സാധിച്ചു തരുമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ മാർച്ച് 11 വന്നു, ഉടമ്പടി എടുത്തു. അവിടെ കൊണ്ടുപോയി ആക്കിയതിൽ എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഭയങ്കര ചീത്ത ഇതൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു 2 ദിവസത്തേക്ക് ഫോൺ ചെയ്യണ്ട, അപ്പോൾ നമുക്കറിയാൻ പറ്റും ആളുടെ വ്യത്യാസം എന്തെങ്കിലും ഉണ്ട്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഇതുപോലെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ആ സെൻറ്ററിൽ നിന്ന് ഫോൺ വന്നു. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഈ ഉടമ്പടിയെല്ലാം എടുത്ത് ഞാൻ തിരിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ തിരിച്ച് വിളിച്ചു. എന്തിനാണ് വിളിച്ചതെന്നറിയാം. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോൺ എടുത്തത് ആളെന്നോട് വളരെ സ്നേഹത്തോടുകൂടി പഴയതുപോലെ സംസാരിച്ചു. എന്നോട് ചോദിച്ചു എന്തേ വിളിക്കാതിരുന്ന 2 ദിവസം, നീയും മക്കളും ഇല്ലാതെ എനിക്ക് എന്ത് ജീവിതമുള്ളത്, ഞാൻ എല്ലാം ഉപേക്ഷിക്കാം ഇവിടെ വെച്ചെന്ന് പറഞ്ഞു. അത് ഇവിടെ വന്ന് ഈ മണ്ണിൽ കാല് കുത്തിയ അന്ന് കിട്ടിയൊരു അനുഗ്രഹമാണ് എനിക്ക്. ഇപ്പോൾ 1 മാസമായി. അതുപോലെ എനിക്ക് 15 വർഷം ഞാൻ +2 പഠിച്ച സമയം മുതൽ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് രാത്രി ഉറക്കം വിളിച്ച് പഠിക്കാൻ പറ്റില്ല, ഉറക്കം നിന്നാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര സ്ട്രോങ് സ്മെല്ല് എന്നാൽ വെയിലത്തിറങ്ങിയ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. ഞാൻ ഡോളോ കഴിക്കുന്നതിന് ഒരു കയ്യും കണക്കില്ലായിരുന്നു. എന്നെ എല്ലാവരും ചീത്ത പറയും, നീ ഡോളോ കഴിച്ച് ആ 650 ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് 650 പറ്റാതെ പിന്നെ ഒരു ടാബ്ലറ്റിൻ്റെയും കൂടെ പകുതിയും കൂടെ ഞാൻ കഴിക്കുമായിരുന്നു. അത്രയും തലവേദനയായിരുന്നു. അന്ന് ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ച് അന്നിവിടെ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ തിരിച്ച് എനിക്ക് ബസ്സിൽ പോകുമ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് തലവേദന വരുന്നു, എനിക്ക് എവിടെയെങ്കിലും കിടക്കണം, എനിക്ക് മരുന്ന് വേണം, അല്ലെങ്കിൽ എനിക്ക് എത്താൻ പറ്റില്ല. കാരണം മമ്മി എൻ്റെ വീട് കൊരട്ടിയാണ്. ഞാനിവിടുന്ന് പോകുമ്പോൾ ഇടപ്പള്ളിയിൽ ഇറങ്ങിയിട്ട് വേണം എറണാകുളത്തോട്ട് എനിക്ക് പോകാൻ. അവർ നേരെ തിരിഞ്ഞു പോകും. അപ്പം മമ്മി എന്നോട് പറഞ്ഞു, ഞാൻ അപ്പം മനസ്സിലോർത്ത് ദൈവമേ, ഞാൻ ഉടമ്പടിയിൽ 6 നിയോഗം എഴുതിയതിൽ എൻ്റെ ഈ തലവേദന മാത്രം ഞാൻ എഴുതിയില്ല, ഞാൻ മറന്നുപോയി എഴുതാനായിട്ട്. മമ്മി എന്നോട് പറഞ്ഞു, നീ ആ എണ്ണയെടുത്ത് തലയെ പുരട്ടി വിശ്വാസ പ്രമാണം ചെയ്യില്ലേ, നിനക്ക് മാറും. അപ്പോൾ ഒരു ചേർത്തല കഴിഞ്ഞപ്പോഴാണ് ഞാനത് ചെയ്തത്. അത് ചെയ്തു. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എടപ്പള്ളി ബൈപ്പാസിൽ ചെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഡോളോ കഴിക്കാതെ എൻ്റെ തലവേദന മാറി. അതിനുശേഷം ഞാനിവിടെ മാർച്ചിലെ പ്രാർത്ഥന കൂടാൻ വന്നു. അപ്പോൾ എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ളവരൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇതിവിടെ വന്നു ഈ ഒരു സാക്ഷ്യം മാത്രം പറയാൻ എനിക്കൊരു മടി തോന്നി. ഞാനന്ന് സാക്ഷ്യം പറഞ്ഞില്ല. തിരിച്ചു വീട്ടിൽ പോയി. ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന ട്യൂട്ടറാണ്. ഏപ്രിൽ 2nd വീക്കോടുകൂടി എനിക്ക് എക്സാമിൻ്റെ ടൈമിംഗ് വന്നു. അപ്പോൾ ഈ ഉപവാസം എടുക്കുമ്പോൾ ഒന്നും എനിക്ക് തലവേദനയില്ലായിരുന്നു. പക്ഷേ ഈ എക്സാമിന് പോകുന്ന സമയങ്ങളിൽ എനിക്ക് 2 ദിവസം അടുപ്പിച്ച് തലവേദന വന്നു. പക്ഷെ ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല, തൈലം പുരട്ടി. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ അവിടെ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ ഞാൻ തിരിച്ചു പോന്നു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ എന്തായാലും സാക്ഷ്യം പറഞ്ഞിരിക്കും എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് പിന്നെ എനിക്ക് തലവേദന വീണ്ടും വന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പപ്പ ലിവർ സിറോസിസ് ഉള്ള ആളാണ്. ഞാൻ പപ്പയും കൂട്ടിയാണ് മാർച്ച് 11 ഇവിടെ വന്നത്. ഇപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പപ്പയില്ല. പപ്പ ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം പപ്പ മരിച്ചു. ഞങ്ങൾക്കൊരു കാരണവശാലും ഞങ്ങളുടെ പപ്പയെ രക്ഷിക്കാൻ പറ്റിയില്ല. പിന്നെയുള്ളൊരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ചേച്ചി ജർമ്മൻ ഭാഷ പഠിക്കുവാണ്. അതിനകത്ത് 4 ലെവലുകളുണ്ട്. അതിനകത്ത് A1 A2 പാസ്സായി, B1 ഫെയിലായി. അതിന് ശേഷമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, എന്തായാലും ഫെയിലായി, അടുത്ത എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാൻ ഒരു കാശ് രൂപം തരാം, അത് കൈപ്പിടിച്ച് മുറുകെ പിടിച്ച് പോയിക്കോ, ജയിക്കും, എന്തായാലും ജയിക്കും. ചേച്ചിക്കുണ്ട് 3 കുട്ടികൾ, ചെറിയ കുട്ടികൾ, അവരെ ഇട്ടേച്ചാണ് ചേച്ചി പഠിക്കാൻ പോകുന്നതെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കാശ് രൂപം കൈ പിടിച്ച് മുറുകെ പിടിച്ച് പോയിക്കോ, പാസ്സാവും. പരീക്ഷ കഴിഞ്ഞ് ഞാൻ വിളിച്ചു കഴിയുമ്പോൾ ചേച്ചി എങ്ങനെയുണ്ടായി പരീക്ഷ? ചേച്ചി ഒന്ന് തോറ്റ പരീക്ഷയിലും വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല, സ്പീക്കിങ്ങിൽ ഒന്നും പറയാൻ പറ്റിയില്ല. B1 പാസ്സാവണമെങ്കിൽ സ്പീക്കിങ്ങിൽ എനിക്ക് സ്കോർ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിക്കുക, നാളെ മുതൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാനും പ്രാർത്ഥിക്കാം, ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം വന്നേക്കാം, ചേച്ചി പാസ്സാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മമ്മിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, മമ്മി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പരീക്ഷ, എനിക്ക് സ്പീക്കിങ്ങിന് ഒന്നും പറയാൻ പറ്റിയില്ല. മമ്മി ഒന്ന്, നീ പേടിക്കണ്ട, സാക്ഷ്യം പറഞ്ഞോളും, അനിയത്തി സാക്ഷ്യം പറഞ്ഞോളൂ, നീ പ്രാർത്ഥിക്കേ. അപ്പോൾ ചേച്ചിക്ക് അത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ചേച്ചി പറഞ്ഞു, പിന്നെ മാതാവിന് ജർമ്മൻ ഭാഷ അറിയുമോ? അപ്പോൾ മമ്മി പറഞ്ഞു, മാതാവിന് എല്ലാ ഭാഷയും അറിയാം. പക്ഷേ ഈസ്റ്റർ കഴിഞ്ഞു, പപ്പ മരിച്ചു, അതിൻ്റെ 7ൻ്റെ അന്ന് റിസൾട്ട് വന്നു, ചേച്ചി പാസ്സായി.
27-ാം തീയതി റിസൾട്ട് വന്നു. അതിന് മെയ് 1-ാം തീയതി തിരുവനന്തപുരത്ത് അടുത്ത ലെവലിൽ പഠിക്കാൻ പോകണം. ചേച്ചി പറഞ്ഞു പപ്പ മരിച്ചു. എനിക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു. എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് പോകണ്ട, അതുവരെ പരീക്ഷ പാസ്സാവണ്ടെന്ന് പറഞ്ഞിരുന്ന ആളെ, പിന്നെ പഠിക്കാൻ പോകണ്ട. പക്ഷെ പപ്പയ്ക്ക് ഒരു വലിയ ആഗ്രഹമായിരുന്നു ചേച്ചി പഠിച്ച് പുറത്ത് പോകണം. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞ് ഞങ്ങൾ മെയ് 1-ാം തീയതി ഇതിലെയാണ് പോയത് തിരുവനന്തപുരത്തോട്ട്. ഞങ്ങൾ ഇവിടെ ഇറങ്ങി മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. ഇപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ വെച്ച 2-3 കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. ഈ എൻ്റെ വീട്ടിലെ ഈ കുടുംബ പ്രശ്നങ്ങളും എല്ലാം കാരണം ഒരു സമാധാനവും ഇല്ലായിരുന്നു. കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് മാനസിക 8, 6, 1.5 വയസ്സ് 2 വയസ്സുള്ള മക്കളാണ് ഉള്ളത്. ഞങ്ങൾ ഭയങ്കരമായിട്ട് മാനസികാവസ്ഥ ഞങ്ങളെ തളർത്തിയിരുന്നു. പിള്ളേരെ ആയാലും ഭയങ്കരമായിട്ട് ഇത് ബാധിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ശരിക്കും സ്വർഗത്തിലാണ്. അതുപോലെ സന്തോഷം കരുതലും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും ചെയ്തു തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് മോളി ഷാജി. ഞാൻ പാലാ രൂപതയിലെ അരുണാപുരം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടതുവശത്തെ ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പ് കൊണ്ടാണ് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്നത്. പിന്നീടുള്ള അവിടുത്തെ പരിശോധനയിലും ബയോപ്സി ടെസ്റ്റിലും അത് ബ്രസ്റ്റ് ക്യാൻസർ ഗ്രേഡ് 2 ആണെന്നറിഞ്ഞു. പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾ ഈ ഡോക്ടറെ കാണാൻ OPD വാതിക്കലിരിക്കുമ്പോൾ ഒരാൾ കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ കൃപാസനം പത്രം തന്നിരുന്നു. പക്ഷേ ഉടനെ ഒന്നും ഞങ്ങൾക്ക് കൃപാസനത്തിൽ വരാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഈ ബയോപ്സി ടെസ്റ്റിൽ ബ്രസ്റ്റ് ക്യാൻസർ ഗ്രേഡ് 2 ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ജനുവരി 21-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനും സാധിച്ചു. അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫെബ്രുവരി 13 പിന്നെയും ആശുപത്രിയിൽ ചെന്ന് ഫെബ്രുവരി 13-ാം തീയതി സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആകണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ ഫെബ്രുവരി 13-ാം തീയതി തന്നെ സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റായി. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞിരുന്നു ബ്രസ്റ്റ് മുഴുവനായിട്ട് നീക്കം ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു, അമ്മ സർജറി വേണമെങ്കിലും ബ്രസ്റ്റ് നീക്കം ചെയ്യാതെ തന്നെ എൻ്റെ രോഗം സുഖപ്പെടുത്തണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതനുസരിച്ച് സർജറി ചെയ്തെങ്കിലും ബ്രസ്റ്റ് നീക്കം ചെയ്തില്ല. അന്ന് ആ സർജറി ചെയ്തതിൻ്റെ ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഗ്രേഡ് 2 ആണെന്നറിഞ്ഞ ആ റിസൾട്ട് പിന്നീടുള്ള ബയോപ്സി റിസൾട്ടിൽ ബ്രസ്റ്റ് ക്യാൻസർ രോഗത്തിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല, എല്ലാം നോർമലാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി സ്തുതി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ടീന ഐസക് എന്നാണ്. ഞാൻ ചേർത്തലയിലെ തിരുനെല്ലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. ഉത്തർപ്രദേശിലെ മഹാനഗറിൽ ഫാത്തിമ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫെബ്രുവരി മാസത്തിൽ പീരീഡ്സ് ഉണ്ടായപ്പോൾ 21 ദിവസം എനിക്ക് ബ്ലീഡിങ് ഉണ്ടാകുകയും എനിക്ക് നല്ല നടുവേദനയും ശരീരവേദനയും ഉണ്ടാകുകയും ചെയ്തു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് അതുപോലെ തന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നെക്സ്റ്റ് മന്ത് ഉണ്ടാകുവാണെങ്കിൽ ഒന്നും കൂടി കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. മാർച്ചിൽ അതുപോലെ തന്നെ നെക്സ്റ്റ് 19 ഡേയ്സ് ആണ് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായ. നല്ല ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. അപ്പം മേഡം എന്നോട് പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു. T3 T4 തൈറോയ്ഡ് ടെസ്റ്റ് കൂടി ചെയ്യാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോൾ അൾട്രാസൗണ്ടിൻ്റെ റിപ്പോർട്ടിൽ എനിക്ക് 2 ഓവറിയിലും മാസ് ഉള്ളതായിട്ടും പോളിക് ഓവേറിയൻ ഡിസീസ് ഉള്ളതായിട്ടും കാണാൻ സാധ്യതയുണ്ടായി. നോർമൽ ലെവൽ എന്ന് പറഞ്ഞാൽ 6 mm ആണ്. എനിക്ക് റൈറ്റ് ഓവറിയിൽ 15x23 mm ലെഫ്റ്റ് ഓവറിയിൽ 49x36 mm ആണ് കാണപ്പെട്ടത്. പോളിക് ഓവേറിയൻ ഡിസീസ് കൊണ്ട് ചെറുതായിട്ട് പിന്നെ ഒരു തടുപ്പും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ഞാനതിവിടെ കൃപാസനത്തിൽ അലക്സാണ്ടർ ബ്രദറിനെ വിളിച്ച് പറയുകയും അലോഷ്യസ് ബ്രദറിനെ വിളിച്ച് പറയുകയും ചെയ്തു. ബ്രദറിനോട് ഞാൻ പറഞ്ഞു, ബ്രദറെ എൻ്റെ കയ്യിൽ തൈലോ ഒന്നുമില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണ്, ആകപ്പാട് ഞാൻ യൂട്യൂബിൽ പ്രാർത്ഥന കൂടുന്നുണ്ട്, എല്ലാ മാസവും എനിക്ക് പത്രം അവിടെ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു പത്രം വെച്ച് കുഞ്ഞ് പ്രാർത്ഥിക്ക്, നിനക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു.
അതുപോലെ മേഡം പറഞ്ഞു നെക്സ്റ്റ് മന്തിൽ പീരീഡ്സ് ആകുമ്പോഴത്തേക്കും എന്നെ വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നെക്സ്റ്റ് മന്ത് പീരീഡ്സ് ആയപ്പം എനിക്ക് 15 ഡേയ്സ് ഉണ്ടായിരുന്ന ബ്ലീഡിങ്. ഞാൻ മേഡത്തെ കണ്ടില്ല. അത് കഴിഞ്ഞ് എനിക്ക് ജൂണിൽ അവധിയാണ്, 1 മാസത്തെ അവധിയാണ്. 1 മാസത്തെ അവധിയാണ് മെയ് 9 തൊട്ട്. അപ്പം ഞാൻ മെയ് 9 ഇവിടെ വരികയും ഇവിടെ വന്ന് ഞാൻ 10 കൃപാസനത്തിൽ വരികയും ഞാൻ പ്രാർത്ഥനയെല്ലാം കൂടാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ യൂട്യൂബിലാണ് കണ്ടത്. പത്രത്തിൻ്റെ റെസിപ്റ്റ് എല്ലാം ഉണ്ട്. എനിക്ക് അച്ഛനെ കാണാൻ ടോക്കൺ നമ്പർ വേണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ചീരാത്തുകാട്ടിൽ അച്ഛനിരിക്കുന്ന പള്ളിയിൽ പോയി ഈ റെസിപ്റ്റ് കാണിച്ച് നോക്കുമ്പോൾ അച്ഛനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചീരാത്തുകാട്ടിൽ 13 5/19 ഞായറാഴ്ച 9 o'clock മാസിന് ചെല്ലുകയും അതിനുശേഷം അച്ഛനെ കാണുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ എനിക്ക് ഉടമ്പടിയുടെ 2ാമത്തെ രജിസ്ട്രേഷൻ ആയിരുന്നു. അങ്ങനെ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛ എനിക്കിങ്ങനെ ഓവറിയിൽ ഇങ്ങനെ ഒരു മാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നെ അൾത്താരയിട്ട് വിളിച്ചുകൊണ്ട് പോയി ഈശോ അരുളിക്കയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും കൊച്ചു ഉടമ്പടി തൈലം കൊണ്ട് പ്രാർത്ഥിക്കും എല്ലാം മാറുമെന്ന് എന്നോട് പറഞ്ഞു. മാറുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ഞാനിവിടെ ഒരു വൈക്കത്തുള്ളൊരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടറിന് പറഞ്ഞു നെക്സ്റ്റ് പീരീഡ്സ് ആകുമ്പോൾ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മെയ്യിൽ 22 പീരീഡ്സ് ഉണ്ടാകുകയും 22 എനിക്ക് നല്ല ഹെവി ബ്ലീഡിങ് ആയിരുന്നു. പക്ഷെ എനിക്ക് നല്ല വയറുവേദന ശരീരം വേദന ഉള്ളതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല. 23 ഞാൻ മേഡത്തെ ചെന്ന് കണ്ടപ്പം മേഡം എനിക്കൊരു അൾട്രാസൗണ്ടിന് എഴുതി തന്നു. അൾട്രാസൗണ്ട് പെൽവിക്കും ലോവർ അബ്ഡോമിനും കൂടിയാണ് എഴുതി തന്നത്. ആ അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് പോളിക്കോവേറിയൻ ഡിസീസും ഇല്ല, ഓവറിയിൽ മാസും ഇല്ല എന്ന് കാണാൻ സാധിച്ചു. ഈ അൾട്രാസൗണ്ട് റിപ്പോർട്ട് കിട്ടിയ ഉടനെ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയുകയും ഇവിടെ ഞാൻ വണക്കമാസത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അച്ഛനെ എനിക്ക് കാണാൻ പറ്റില്ല. നെക്സ്റ്റ് ഞാൻ മേഡത്തെ കൊണ്ട് കാണിച്ചപ്പോൾ മേഡം എന്നോട് പറഞ്ഞു, കുഞ്ഞി ഇതെന്ത് മിറക്കിളാണ് നടന്നത്, കുട്ടി എവിടെയാണ് കൊണ്ട് കാണിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ വന്ന് അച്ഛനോട് പ്രാർത്ഥിച്ചാണ്. നേരത്തെ എനിക്ക് ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടിയിൽ വന്ന് അച്ഛനെ കാണിച്ചുകൊണ്ട് ഇന്ന് മാറിയത്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. ഞാനിവിടെ കഴിഞ്ഞ ജനുവരി വന്നാണ് ഉടമ്പടി എടുത്ത്. ഞങ്ങൾക്ക് എൻ്റെ ഡിസംബറോടെ ഒരു കോൺടാക്റ്റ് ഇരുന്നു, വേറൊരു ഹോസ്പിറ്റലിൽ കോൺടാക്റ്റ് ഇരുന്നു. അപ്പോൾ എനിക്ക് ജനുവരിയിൽ ഞാനിവിടെ ഉടമ്പടി എടുത്തു എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടി. അങ്ങനെ ഞാൻ ജോലി കിട്ടാതെ 2-3 മാസത്തോളം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ 3ാമത്തെ മാസം പുതുക്കേണ്ട സമയമായപ്പോൾ എനിക്ക് പുതുക്കാനുള്ള എല്ലാ സൈനും കിട്ടി. പക്ഷേ എനിക്ക് പുതുക്കാൻ വരാൻ പറ്റിയില്ല. എനിക്ക് ലക്നൗവിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുകയും അച്ഛൻ പറഞ്ഞ പോലെ ഉടമ്പടിക്കാശനം പിടിച്ച് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഫലമായിട്ട് എനിക്ക് അവിടെ ഒരു ജോലി ലഭിക്കുകയുണ്ടായി. അത് ഞാൻ അമ്മ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. ആ ജോലി ലഭിച്ച് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അതിനുശേഷം 1 വർഷത്തിന് ശേഷം ഞാനിപ്പോൾ ലീവിന് വരുമ്പോഴാണ് ആ സാക്ഷ്യം പറയുന്നത്. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു. ഞാൻ അവിടെ നൈറ്റ് ഡ്യൂട്ടിയിൽ ഇൻചാർജ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഗൈനിക് ആൻഡ് സർജിക്കൽ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഫെബ്രുവരിയിൽ 5-ാം തീയതി ഒരു ലാപ്രോട്ടമി പേഷ്യൻ്റ് സർജറി കഴിഞ്ഞായിരുന്നു. അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് അവിടെ ചെല്ലുമ്പോൾ പേഷ്യൻറ്റ് കുഴപ്പമൊന്നുമില്ല. സാറ് വന്ന് ചെക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കുട്ടി രാവിലെ ഇലക്ട്രോലൈറ്റ് ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒരു 12 മണിയോടെ പേഷ്യൻറ്റ് കാർഡിയാക് അറസ്റ്റ് ആകുന്ന ഒരു സന്ദർഭം വരികയും പേഷ്യൻ്റ് ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോവുകയും ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിക്കാശരം കൊണ്ട് പേഷ്യൻറ്റ് കൈവച്ച് പ്രാർത്ഥിക്കുകയും പെട്ടെന്ന് പേഷ്യൻ്റ് ICU ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ICU ചെന്ന് പേഷ്യൻറ്റ് പെട്ടെന്ന് ക്ലിയർ ആവുകയും ഒരു മെഡിസിനും കൊടുക്കേണ്ടി വന്നില്ല. പക്ഷേ പേഷ്യൻ്റ് എന്നെ തട്ടിയതിൻ്റെ ഫലമായി എൻ്റെ ഉടമ്പടിക്കാശരം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് എനിക്ക് ഉടമ്പടിക്കാശരം കിട്ടിയില്ല. അപ്പം ഞാൻ അവിടെ വന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു വേറൊരു ഉടമ്പടി എടുക്ക്, അന്നേരം കുഞ്ഞിന് കാശുരവും കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ പറഞ്ഞപ്പോൾ എനിക്ക് അവർ വേറൊരു ഉടമ്പടിക്കാശുരം തന്നു. അതിനും ഒത്തിരി നന്ദിയുണ്ട് അമ്മ.